അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കാണാതെ പോയ വസ്തുക്കൾ തിരികെ കിട്ടാൻ, വിലപിടിപ്പുള്ള വസ്തുക്കൾ കാണാതെ പോയാൽ അത് തിരികെ ലഭിക്കാനുള്ളൊരു ദിക്റാണ് പറയാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്കറിയാം, നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു വസ്തു നഷ്ടപ്പെട്ട് കഴിഞ്ഞാലുള്ള വിഷമം എന്താന്ന്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്നത്തെ ഈ സ്വർണ്ണവിലയിൽ സ്വർണ്ണമൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഭാരം എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പറ്റും. അപ്പോൾ കാണാതെ പോയ വസ്തു പെട്ടെന്ന് തിരിച്ചു കിട്ടാനുള്ളൊരു ദിക്റാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതിനു മുമ്പ് നമ്മൾ ചാനലിൽ ഒരു ഗിവ് അവേ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിന്നർ നമ്മൾ സെലക്ട് ചെയ്ത് മയമൂന റഹ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾക്കാണ് ആ ഗിവ് അവേ കിട്ടിയത്. പക്ഷെ അയാളെ നമ്മൾ വിവരം അറിയിച്ചിട്ടുണ്ട്. ആളുടെ ഭാഗത്തുനിന്ന് ഒരു റെസ്പോൺസ് ഒന്നും കാണുന്നില്ല. അതുകൊണ്ട് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അതിൽക്ക് മെസ്സേജ് അയക്കണ ആൾക്ക് നമ്മൾ ആ ഒരു ഗിഫ്റ്റ് കൊടുക്കാമെന്നാണ് ഇപ്പോൾ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം ആരാണോ മെസ്സേജ് അയക്കുന്നത് അവർക്ക് ആ ഗിഫ്റ്റ് തരാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ താഴെ കൊടുത്തിട്ടുള്ള ആ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ ലിങ്കിൽ കയറിയിട്ട് എന്തെങ്കിലും ഒന്ന് മെസ്സേജ് ചെയ്യുക. ഈ ഫോട്ടോയിൽ കാണുന്ന ഗിഫ്റ്റാണ് നമ്മൾ ഗിവ് അവേ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ചാനലിൽ നിന്ന് ആദ്യമായിട്ടൊരു ഗിവ് അവേ കൊടുക്കുമ്പോൾ അത് വിശുദ്ധ ഖുർആനിൽ മീതെ ആയിട്ട് വെക്കാൻ ഒരു ഗിഫ്റ്റ് ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളും അങ്ങനെ തന്നെ വിശ്വസിക്കും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ താഴെ കാണുന്ന ഇൻസ്റ്റാഗ്രാം ലിങ്കിൽ കയറിയിട്ട് എന്തെങ്കിലും ഒന്ന് മെസ്സേജ് ഇടുക. ആദ്യം മെസ്സേജ് ചെയ്യുന്ന വ്യക്തിക്ക് ഞാൻ ഈ ഗിഫ്റ്റ് അയച്ചു തരുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ദിക്റാണ്. കാണാതായ സാധനം നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഇത്ര ഞാൻ ഉറപ്പിച്ച് പറയുന്നത് കിട്ടിയിരിക്കും. എനിക്ക് പല കാര്യങ്ങളിൽ അനുഭവം ഉള്ളതാണ്. എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു വസ്തു നഷ്ടപ്പെട്ടു എന്ന് തോന്നിയാൽ അപ്പം ഞാൻ ചൊല്ലുന്ന ദിക്റാണ് അൽഹംദുലില്ലാ. എനിക്കിതുവരെ എൻ്റെ കയ്യിൽ നിന്നൊന്നും നഷ്ടപ്പെടാതെ തന്നെ എനിക്ക് കിട്ടിയിട്ടുമുണ്ട്. അങ്ങനെ തന്നെ പറയാം, എനിക്കെല്ലാം കിട്ടിയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന് തോന്നിയതെല്ലാം ഈ ഒരു ദിക്ർ ചൊല്ലിയതിലൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് നമ്മുടെ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ആവട്ടെ, വിലപിടിപ്പുള്ള ആഭരണങ്ങളാവട്ടെ, സ്വർണം, ഡയമണ്ട് അതുപോലത്തതോ അല്ലെങ്കിൽ പണോ എന്താണെങ്കിലും നമുക്കത് കിട്ടും എന്നത് 100% ഉറപ്പാണ്. കിട്ടിയിരിക്കും. അപ്പം ഏതാന്ന് ദിക്ർ എന്ന് നമുക്ക് പറഞ്ഞുതരാം. ഒന്നല്ല, ഇവിടെ 2 ദിക്റുണ്ട്. അപ്പോൾ ആദ്യത്തേത് ഏതാന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ആ ദിക്ർ. യാ ജാമിഉ യാ അല്ലാ, യാ ജാമിഉ യാ അല്ലാ. ഒരുമിച്ച് കൂട്ടുന്നവനെ എന്നാണ് അർത്ഥം വരുന്നത്. ഒരുമിച്ച് കൂട്ടുന്നവനെ. ഈ ഒരു ദിക്ർ 104 തവണ, 104 തവണയോ അതിലധികമോ എത്രയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. ചുരുങ്ങിയത് 104 തവണ, ചുരുങ്ങിയത് 104 തവണയെങ്കിലും ഇത് ചൊല്ലുക. അതിനുശേഷം യാ ഹഫീലു യാ അല്ലാ, യാ ഹഫീലു യാ അല്ലാ, സംരക്ഷിക്കുന്നവനെ എന്നാണ് ഇതിന്റെ അർത്ഥം വരുന്നത്. ഇത് 119 തവണ. ഇത് ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ നേരത്തെ ചൊല്ലിയ പോലെ 104 മിനിമം അതിലധികമോ ചൊല്ല എന്നുള്ളതല്ല. ഇത് നമ്മൾ കറക്റ്റായിട്ട് ഏറ്റലോ കുറച്ചിലോ ഇല്ലാതെ കറക്റ്റായിട്ട് 119 തവണ ഇത് ചൊല്ലുക. ദുആ ചെയ്യുക, റബ്ബിനോട് നന്നായിട്ട് ദുആ ചെയ്യുക. തിരഞ്ഞു നോക്കൂ, കിട്ടും. നിങ്ങളുടെ കാണാതെ പോയ വസ്തു കിട്ടും. ഞാൻ 100% ഉറപ്പിൽ നിങ്ങളുടെ അടുത്ത് പറയാണ്, കിട്ടിയിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.